സർ ഇത് ഈ പ്രതിപക്ഷത്തിൻ്റെ ബഹളത്തിനിടയിൽ വീണുപോകേണ്ട ഒരു കാര്യമല്ല സർ. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തൊഴിൽ മേഖലകളിൽ ഒന്നാണ് സർ മോട്ടോർ തൊഴിലാളി മേഖല. സർ, മോട്ടോർ തൊഴിലാളി മേഖലയിൽ ദശലക്ഷക്കണക്കായിട്ടുള്ള തൊഴിലാളികളാണ് പണിയെടുക്കുന്നത്. സർ, ചരക്ക് ഗതാഗതം, പൊതുഗതാഗതം, സ്വകാര്യ ബസ് മേഖല, KSRTC, ഓട്ടോ ടാക്സി മേഖല, ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി വലിയൊരു മേഖലയാണ് സർ. കേന്ദ്ര ഗവൺമെൻറ് പിന്തുടരുന്ന തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്ന വിഭാഗമാണ് മോട്ടോർ തൊഴിലാളികൾ. അന്നന്നത്തെ അന്നത്തിനു വേണ്ടി വളയം പിടിച്ചും മറ്റനുബന്ധ തൊഴിൽ ചെയ്തും ജീവിതം കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന മോട്ടോർ തൊഴിലാളികളെ ശത്രുക്കളായി കണ്ടാണ് ഓരോ ദിവസവും കേന്ദ്ര ഗവൺമെൻറ് പുതിയ ടാക്സും പുതിയ നിയമങ്ങളും കൊണ്ടുവരുന്നത്. മോട്ടോർ വാഹന നിയമ ഭേദഗതിയിലെ പ്രതിലോമ വകുപ്പുകൾ കേരളത്തിൽ നടപ്പിലാക്കുകയില്ലെന്ന് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഉറപ്പ് നൽകിയിരുന്നതാണ്. ഇത് സംബന്ധിച്ച് ധാരണയിലെത്താൻ സർക്കാർ തെക്കേ ഇന്ത്യൻ സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിമാരുടെ യോഗവും വിളിച്ചുകൂട്ടി. എന്നാൽ കേന്ദ്ര ഉത്തരവുണ്ടാകുമ്പോൾ തന്നെ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി അത് അപ്പടി നടപ്പിലാക്കുകയാണ് സർ. ട്രേഡ് യൂണിയനുകളുമായി കൂടിയാലോചന നടത്താനുള്ള സാമാന്യ മര്യാദ പോലും പ്രകടിപ്പിക്കാറില്ല എന്നത് സങ്കടകരമാണ്. മറ്റു സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കാതിരിക്കുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്യുന്നു. പെട്രോൾ, ഡീസൽ വില വർധനവ്, ഇൻഷുറൻസ് പ്രീമിയം വർധനവ്, സർവീസ് ചാർജുകളിലും സർചാർജുകളിലും വരുത്തിയിട്ടുള്ള ഭീമമായ വർധനവ്, വ്യക്തിഗത വാഹനങ്ങൾ പെരുകുന്നത് മൂലമുള്ള തൊഴിൽ നഷ്ടം തുടങ്ങിയവ മൂലം അന്നന്നത്തെ ആഹാരത്തിന് വകയില്ലാതാവുന്ന മോട്ടോർ തൊഴിലാളികളെ മോട്ടോർ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ ചില നടപടികൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് സർ. മോട്ടോർ വാഹന നിയമ ഭേദഗതിയും അതിനെ തുടർന്നുണ്ടാകുന്ന കേന്ദ്ര ഉത്തരവുകളും തീർത്തും തൊഴിലാളി വിരുദ്ധവും ഈ മേഖല കുത്തകവൽക്കരിക്കാൻ ഉതകുന്നതുമാണെന്ന് നമുക്കറിയാം. കേന്ദ്ര ഗവൺമെൻറ് പിന്തുടരുന്ന തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ ഗതാഗത മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. സർ, സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ബസ്സുകൾക്കും ഓട്ടോ ലൈറ്റ് ഗുഡ്സ് വാഹനങ്ങൾക്കും പ്രവർത്തന കാലാവധി 22 വർഷമായി നിജപ്പെടുത്തിയതുപോലെ ചരക്ക് വാഹനങ്ങളുടെയും പ്രവർത്തന കാലാവധി 22 വർഷമായി ഉയർത്തുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് സർ. 9/6/2022 കേന്ദ്രത്തിലെ ഉത്തരവ് പ്രകാരം ഒരു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത നാഷണൽ പെർമിറ്റുള്ള ചരക്ക് വാഹനങ്ങൾക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ ഒന്നിലേറെ പോയിന്റിൽ ലോഡ് ഇറക്കുന്നതിനോ കയറ്റുന്നതിനോ ഉള്ള നിയന്ത്രണം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്തിലെ മോട്ടോർ തൊഴിലാളി മേഖലയെ വളരെ രൂക്ഷമായി ബാധിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പുതുതായി നടപ്പിലാക്കിയ ഇപ്പോൾ തന്നെ 2 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടോടുന്ന ടാങ്കർ അടക്കമുള്ള ചരക്ക് വാഹനങ്ങൾ കർണാടകയിലും തമിഴ്നാട്ടിലും കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. റോഡ് ടാക്സ്, ഇന്ധന നികുതി എന്നിവയുടെ വർധനവും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയും GPS നിർബന്ധമാക്കിയതും ലോറികളുടെ രജിസ്ട്രേഷൻ അയൽ സംസ്ഥാനത്തേക്ക് മാറ്റാൻ ഉടമകളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇത് നികുതി വരുമാനത്തിന് സംസ്ഥാനത്തിന് കനത്ത നഷ്ടമാണ് വരുത്തുന്നതെന്ന് മാത്രമല്ല, നമുക്ക് നികുതി നൽകുന്ന നമ്മുടെ തൊഴിലാളികൾക്കും വാഹന ഉടമകൾക്കും ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് ചരക്ക് ലോറികൾ സർവീസ് നടത്തിയിരുന്ന സിമന്റ് മേഖലയിൽ നിന്നും പൂർണ്ണമായും കേരള രജിസ്ട്രേഷൻ ലോറികൾ ഇല്ലാതായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. 3000-ലധികം അന്യ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വലിയ ഭാരവാഹ ശേഷിയുള്ള ചരക്ക് വാഹനങ്ങളാണ് വലിയ കുത്തക ട്രാൻസ്പോർട്ട് കമ്പനികൾ ഈ മേഖലയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് കേരള സർക്കാരിനുണ്ടാക്കുന്ന ഭീമമായ നഷ്ടം നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല, അത്തരം വാഹനങ്ങളിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ എല്ലാം ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൊന്നും ഇടപെടുവാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് തൊഴിൽ വകുപ്പിനും ട്രേഡ് യൂണിയനുകൾക്കും സാധിക്കാതെയും വരികയാണ്. ഇതൊഴിവാക്കാൻ ഓൾ ഇന്ത്യ പെർമിറ്റ് നേടിയിട്ടുള്ള ബസ് സർവീസുകൾക്കെതിരെ സംസ്ഥാന സർക്കാർ കൃത്യമായ നടപടികൾ എടുക്കുകയും ചെയ്തതുപോലെ ചരക്കു വാഹന മേഖലയിലും ശക്തമായ ഇടപെടൽ ഉണ്ടാകണം. സർ, ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ മഞ്ചേശ്വരം, ചെറുവത്തൂർ RTO ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കാത്തതിനാൽ അമിത ഭാരം കയറ്റിയ 100 കണക്കിന് അന്യസംസ്ഥാന വാഹനങ്ങളാണ് ദിനംപ്രതി റോ മെറ്റീരിയൽസുമായി കേരളത്തിലേക്ക് വരുന്നത്. ഇവർ തിരികെ പോകുന്നത് കേരളത്തിൽ നിന്ന് നാമമാത്രമായ വാടകയ്ക്ക് ലോഡെടുത്തുകൊണ്ടാണ്. അയൽ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 3 ഇരട്ടി റോഡ് ടാക്സ് കൊടുത്ത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത നമ്മുടെ വാഹനങ്ങൾക്ക് ഇതോടെ പണിയില്ലാതാവുകയാണ്. ഇത് തടയാൻ അടിയന്തരമായി അതിർത്തി ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് കർശന നടപടികൾ എടുക്കേണ്ടതുണ്ട്. സർ, കേന്ദ്ര ഗവൺമെൻറ് പുതുതായി നടപ്പിൽ വരുത്തിയ ചരക്കു വാഹനങ്ങളുടെ ബോഡി നിർമ്മാണ നിബന്ധനകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉത്തരവ് നിലവിൽ വന്ന ദിവസം മുതൽ നിർബന്ധമായി നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ യാതൊരു വക നിബന്ധനകളുമില്ലാതെ ബോഡി കെട്ടി വരുന്ന വാഹനങ്ങൾ കേരളത്തിലേക്ക് റീ രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരുവിധ തടസ്സവും കൽപ്പിക്കുന്നില്ല. നിലവിലുള്ള ബോഡി നിർമ്മാണ നിബന്ധനകൾ അനുസരിച്ച് വാഹനത്തിൻ്റെ ക്യാബിനും ചരക്ക് കയറ്റുന്ന ഭാഗവും സെപ്പറേറ്റ് വേണമെന്ന് നിഷ്കർഷിക്കുമ്പോൾ അതിനുവേണ്ട പ്രത്യേക രീതിയിൽ ബോഡി നിർമ്മിക്കുമ്പോൾ 1 ടണ്ണിലധികം ഭാരം വാഹനത്തിന് കൂടുതലായി വരുന്നുണ്ട്. ഇത് വാഹനത്തിൻ്റെ ഭാരവാഹിക ശേഷി കുറയ്ക്കും. കേരളത്തിൽ ബോഡി നിർമ്മാണം നടത്തുന്ന ഒരു വാഹന ഉടമയ്ക്ക് ഓരോ തവണ ചരക്കെടുക്കേണ്ടി വരുമ്പോഴും 2000 രൂപയാണ്. ദീർഘദൂര സർവീസ് നടത്തുന്ന നാഷണൽ പെർമിറ്റ് ലോറികൾക്ക് ഇത് വലിയ നഷ്ടമാണ് വരുത്തുന്നത്.
സർ, കേരളത്തിൻ്റെ തനത് ചരക്ക് മേഖല തകരുമ്പോൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് പോലും മറ്റു സംസ്ഥാനങ്ങൾ ആശ്രയിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിയിൽ വലിയ ദുരന്തമായിരിക്കും നേടേണ്ടി വരുന്നത്. ടിപ്പർ മേഖലയിലെ വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞു നിർത്തി ഓവർലോഡിൻ്റെ പേരിൽ ഭീമമായ തുക തൊഴിലാളികളിൽ നിന്ന് ഈടാക്കുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും തൊഴിലാളി സംഘടന നിവേദനം നൽകുകയും ഖനന കേന്ദ്രത്തിൽ വെയിങ് മെഷീൻ സ്ഥാപിച്ച് ഉൽപ്പന്നം തൂക്കിക്കയറ്റുന്ന സംവിധാനം ഒരുക്കാമെന്ന് ചർച്ചാവേളയിൽ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി പ്രഖ്യാപിച്ചതുമാണ്. പക്ഷേ ഈ നടപടി ഇതുവരെ നടപ്പിലായിട്ടില്ല. ക്വാറികളിൽ നിന്നും അനുവദിച്ചധികം ലോഡുകൾ കയറ്റിപ്പോകുന്നത് തടയുന്നതിനും ഓവർലോഡ് കയറ്റുന്നത് ഒഴിവാക്കാനും എല്ലാ ലോഡിനും പാസ് കൊടുക്കുന്നതിനും ക്വാറികളിൽ പരിശോധന ശക്തമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. സർ, അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ലോറികളിൽ ഒരു ഡ്രൈവർ മാത്രം മതിയെന്നിരിക്കെ സംസ്ഥാനത്തിനകത്തോടുന്ന ചരക്ക് വാഹനങ്ങളെയും ടാങ്കർ ലോറികളെയും തടഞ്ഞു നിർത്തി പിഴ ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കേണ്ടതാണ്. ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് ജില്ലാതലത്തിൽ ഏകീകരിച്ച വാടക നിശ്ചയിക്കുക, ഉൽപ്പന്ന വില നിശ്ചയിക്കുന്നതിന് ജില്ലാതലത്തിൽ വിളിക്കുന്ന യോഗങ്ങളിൽ ട്രേഡ് യൂണിയൻ പ്രതിനിധികളെ പങ്കെടുപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സർ, നാഷണൽ ഹൈവേ റോഡുകളിൽ 100 കിലോമീറ്റർ ദൂരപരിധിയിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും വിശ്രമിക്കാനുമുള്ള സൗകര്യങ്ങളോടുകൂടിയ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം. മറ്റു സംസ്ഥാനങ്ങളിൽ പ്രൈവറ്റ് വാഹനമായി രജിസ്റ്റർ ചെയ്ത ശേഷം കേരളത്തിൽ വന്ന കോൺട്രാക്ട് എടുത്ത് വാടകയ്ക്കൊടുന്ന JCB, ഹിറ്റാച്ചി അടക്കമുള്ള മണ്ണുമാന്തി യന്ത്രങ്ങളും അനുബന്ധ ഉപകരണങ്ങളും കേരളത്തിൽ സർവീസ് നടത്തുന്നത് നിരോധിക്കണം. അല്ലാത്തപക്ഷം ഈ വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡ് ടാക്സ് ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കണം. കസ്റ്റഡിയിലെടുക്കുന്ന ചരക്ക് വാഹനങ്ങൾ ലോഡോടുകൂടി ആഴ്ചകളും മാസങ്ങളും കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. ഇത് വാഹനം വിട്ടുകിട്ടിയാലും പിന്നീട് വാഹനം ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. ലക്ഷങ്ങൾ വിലയുള്ള വാഹനങ്ങൾ കേടുകൂടാതെ സംരക്ഷിക്കാൻ നടപടി ഉണ്ടാവേണ്ടതുണ്ട്. സർ, മറ്റൊരു പ്രതിസന്ധി ചരക്ക് വാഹനങ്ങളുടെ പാർക്കിംഗ് ആണ്. സർവീസ് നടത്തുന്ന ചരക്ക് വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യങ്ങൾ ദേശീയപാതകളിലും ജില്ലാ താലൂക്ക് അടിസ്ഥാനത്തിൽ ഒരുക്കേണ്ടതുണ്ട്. അതുപോലെ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന പല ഓട്ടോ സ്റ്റാൻഡുകളും ഇല്ലാതായി. ഈ സ്റ്റാൻഡുകൾക്ക് പകരം സംവിധാനം ഒരുക്കാൻ നടപടി ഉണ്ടാകണം. സർ, FCI ഡിപ്പോകളിൽ 40 വർഷത്തോളമായി സമാധാനപരമായി നിലനിൽക്കുന്നതും 1000-ഓളം ലോറി ജീവനക്കാർ ജോലി ചെയ്യുന്നതുമായ സിസ്റ്റത്തെ അട്ടിമറിക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ രംഗത്ത് തൊഴിലാളികളെ തൊഴിൽ സംരക്ഷിക്കുന്ന നടപടി ഉണ്ടാവണം. സർ, ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നടപടി കർശനമാക്കുന്നതിന് ക്ഷേമനിധി വർദ്ധിപ്പിക്കുന്ന നടപടി. സർ, ഇത് കേരളത്തിലെ ഏതാണ്ട് 20 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന ജീവിതത്തിന്റെ പ്രശ്നമാണ്. സർ, അതുകൊണ്ട് സംസാരിക്കാൻ 1 മിനിറ്റ് സമയം കൂടി തരണം. സർ, 7 മിനിറ്റായി. ഞാൻ ഉടൻ തന്നെ അവസാനിപ്പിക്കാം. സർ, ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കുള്ള ഗ്രൗണ്ടുകൾ തയ്യാറാക്കുന്ന ജോലി ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കണം. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്ന കുത്തകകളിൽ നിന്ന് ഈ വിഭാഗത്തിലെ ചെറുകിടക്കാരെ സംരക്ഷിക്കാനുള്ള സർക്കാർ ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇതിനായി ഈ രംഗത്ത് ചെറുകിടക്കാരുടെ സഹകരണ സംരംഭങ്ങൾക്ക് സർക്കാർ പ്രോത്സാഹനം നൽകണം. സർ, KSRTCയിലെ പ്രശ്നമുണ്ടോ ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു തവണയായിട്ട് ആ ശമ്പളം കൊടുക്കാൻ സാധിക്കുന്ന ഒരു നിലയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിനെ കൊണ്ടുവരാൻ സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ഗതാഗത മന്ത്രിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാനത്തെ ജനങ്ങളുടെ ആകെ പിന്തുണയുണ്ടാകുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സർ, വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഗതാഗത മന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കണമെന്ന് വളരെ സമയം തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സർ, ഈ സഭയിൽ അങ്ങയിലൂടെ. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അങ്ങേക്ക് പറയാം. ബഹുമാനപ്പെട്ട നിയമസഭാംഗം രേഖപ്പെടുത്തിയ കാര്യങ്ങൾ തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കേരളത്തിൽ ഒരിക്കലും ഗതാഗത വകുപ്പിൽ കേന്ദ്ര നയങ്ങൾ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. അത് അനുവദിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ നിയമത്തിലുള്ള വ്യവസ്ഥകൾ മറികടക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ലോറികൾ, ഉദാഹരണത്തിന് അന്യ സംസ്ഥാനത്ത് ലോറികളും ബസ്സുകളും നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്യാണ്. ആ വണ്ടി ഓൾട്രേഷൻ നടത്താൻ നമ്മുടെ കേരളത്തിലോ തമിഴ്നാട്ടിലോ ചെയ്യുന്ന വണ്ടി ഓൾട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നാഗാലാൻഡിൽ നിന്ന് ആൾ പോകാതെയും വണ്ടി പോകാതെയും രജിസ്റ്റർ ചെയ്ത് വരികയാണ്. അതിൻ്റെ ബോഡി ഷേപ്പ് തന്നെ മാറാണ്. ഇന്നലെ നടന്നൊരു സംഭവമാണ്. എറണാകുളത്ത് ഒരു മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ്റെ പുറത്തേക്ക് ഒരു ബസ് മറിഞ്ഞു. ഈ ബസ്സിൻ്റെ ഉള്ളിൽ 6 സീറ്റോളം 6 ബെഡ് അധികമായി ചേർത്ത് ബിൽഡ് ചെയ്തിരിക്കുകയാണത്. ഒരിക്കലും ബസ് ബോഡി ബിൽഡിങ്ങിൻ്റെ കോഡ് അനുസരിച്ച് ഇന്ത്യയിൽ നിലവിലുള്ള നിയമം അനുസരിച്ചും അത്തരത്തിൽ ബോഡി ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ വണ്ടി മറിയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് വണ്ടിയുടെ നീളത്തിലധികം പുറകോട്ട് നീട്ടി അതിന് 6 ബെഡുകൾ കൂടിയിട്ട് അത് പരിശോധിച്ചപ്പോൾ, ഇതൊരു സൂചന കിട്ടിയപ്പോൾ പരിശോധിക്കാൻ ഞാൻ തന്നെയാണ് നിർദ്ദേശം കൊടുത്തത്. പരിശോധിച്ചപ്പോൾ ശരിയാണ്, അവർ ബോഡി നിർമ്മാണത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ബോഡി നിർമ്മാണത്തിൻ്റെ കോഡ് മാറ്റി അതുകൊണ്ട് വണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. ഇതുപോലെ കേരളത്തിൽ ഓടുന്ന ധാരാളം വണ്ടികളുണ്ട്. അത് നാഗാലാൻഡ് ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ അടിയന്തരമായി നാഗാലാൻഡിലേക്ക് ഒരു കത്ത് അയക്കുന്നുണ്ട്. അത് ശരിയായില്ലെങ്കിൽ നേരിട്ട് പോകും. കാരണം ഈ വണ്ടികൾ, ബസ്സുകളും ലോറികൾ ധാരാളമായി. നമ്മുടെ ടാക്സ് ഇപ്പോൾ നമ്മൾ കുറച്ചു. കഴിഞ്ഞ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കഴിഞ്ഞ ബഡ്ജറ്റിൽ ബസ്സിൻ്റെ ടാക്സ് കുറച്ചു. പക്ഷേ ലോറിയുടെ ടാക്സ് കുറയ്ക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് കേരളത്തിൽ തമിഴ്നാടും കർണാടകവും താരതമ്യത്തിൽ നോക്കിയാൽ
കേരളത്തിലാണ് ഏറ്റവും ടാക്സ് കുറവ്. അപ്പോൾ കേരളത്തെ കൂടുതൽ വണ്ടി രജിസ്റ്റർ ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ തൊഴിലാളി 2 പോയിന്റിൽ ഇറക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ലോഡ് കൊണ്ടുവരുന്നത് അത് തടയാൻ നമുക്കിപ്പോൾ നിയമമില്ലെങ്കിലും സ്ക്വാഡിനെ വെച്ച് പിടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്ക്വാഡിനെ വെച്ച് ആ നിയമലംഘനം 2 സ്പോട്ടിൽ ഒരു വണ്ടി ഒരു സാധനം കൊണ്ടുവന്ന് ഒരു കടയിൽ ഇറക്കുന്നു, വേറൊരു കടയിൽ നാഷണൽ പെർമിറ്റ് വണ്ടി ഇറക്കാൻ പാടില്ല. നമ്മൾ ഈ സാധനങ്ങൾ വിതരണം ചെയ്യാൻ പോകുന്ന പോലെയല്ല, മറ്റേതങ്ങനെയല്ല. ലോഡ് വരും, ആ ലോഡ് ഒരു കടയിൽ ഇറക്കും. തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ തന്നെ 2-3 കടകളിൽ ഇറക്കും. അപ്പോൾ അത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലയിൽ അതിന് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ വെച്ച് സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുന്നതായിരിക്കും. പിന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളെ കുറിച്ച് പറഞ്ഞു. ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ തീരുമാനിക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളാണ്. അങ്ങയുടെ ചോദ്യത്തിൽ പലതും ലേബർ വകുപ്പിൻ്റെതാണ് മറുപടി പറയാനുള്ളത്. അങ്ങ് ബന്ധപ്പെട്ടത് പ്രകാരം നമ്മളൊരു യോഗം വിളിച്ചിരുന്നു തൊഴിലാളികളുടെ ലക്ഷക്കണക്കിന് വാഹന തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡിനെ കുറിച്ചാണ്. ആ ബോർഡുമായി ബന്ധപ്പെട്ട് അങ്ങ് ആ മീറ്റിങ്ങിൽ ശ്രദ്ധയിൽ കൊണ്ടുവന്ന വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ ക്ലിയറൻസും റെഡിയായിട്ടുണ്ട്. ഇനി മോട്ടോർ വാഹന ക്ഷേമ ബോർഡിൻ്റെ ഒരു സമ്മതപത്രം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ലാതെ ഈ വാഹന ഒരു സൈറ്റിലൂടെ കയറിയിട്ട് നമ്മുടെ തൊഴിലാളികൾക്ക് ആവശ്യമായ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരുടെ ക്ഷേമനിധി അടയ്ക്കേണ്ട തുക ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ പ്രവേശിക്കുന്ന സാഹചര്യം വരും. അതിനുള്ള നടപടികളെല്ലാം മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞു. പിന്നെ ഈ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറഞ്ഞു. കുത്തകകളൊന്നും കടന്നു വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിയമത്തിൽ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻ്ററുകളും ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെൻ്ററുകളും ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 9ഓളം ഓട്ടോമേറ്റഡ് സെൻ്ററുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ പലതും ഉദ്ഘാടനം ചെയ്തെങ്കിലും ഇന്ന് പ്രവർത്തനരഹിതമാണ്. പക്ഷേ അത് പ്രവർത്തനക്ഷമമാക്കും. ഡ്രൈവിങ്ങിനെ സംബന്ധിച്ച് ആരും തന്നെ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സെൻ്ററുകൾ കൊണ്ടുവന്നിട്ടില്ല. ആരെങ്കിലും വന്നാൽ നമുക്ക് തടയാൻ പറ്റത്തില്ല നിയമപരമായിട്ട്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. അത് വരാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് വരുന്നില്ല. പക്ഷേ മാരുതി, ടയോട്ട ഇവരെല്ലാം ഇപ്പം അവരുടെ സ്വന്തം നിലയ്ക്ക് ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുകയാണ്. അപ്പോൾ അത്തരം സ്കൂളുകൾ വരുമ്പോൾ ഈ കേന്ദ്ര നിയമത്തിൽ പറയുന്ന പദ്ധതികൾ അവർ നടപ്പിലാക്കും. അങ്ങനെയായിരിക്കും അവർ അംഗീകാരം വാങ്ങുന്നത്. നമ്മളിപ്പോൾ നിലവിലുള്ളവരുടെ ആരുടെയും ഒരു ലൈസൻസും റദ്ദാക്കുന്നില്ല. ഡ്രൈവിംഗ് സ്കൂളുകളെ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പക്ഷേ നിയമം നല്ല നിലവാരമുള്ള ഒരു ലൈസൻസ് കൊടുക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വണ്ടി ഓടിക്കാൻ പലരും പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് ലൈസൻസ് ഉണ്ട് പക്ഷേ വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ. എൻ്റെ ഭാര്യയ്ക്ക് ലൈസൻസ് ഉണ്ട് പക്ഷേ വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ. ഇതെല്ലാവരും പറയുന്ന ഒരു പൊതുവികാരമാണ് കേരളം. അതിനോട് കേരളത്തിലെ ജനങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കും. നല്ലൊരു ലൈസൻസ് പൈസ കൊടുത്ത് പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ചേർന്ന് പഠിക്കുന്നതാണ് നല്ല വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അതുപോലെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചിറങ്ങുമ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ കഴിയുന്ന ഇൻ്റർനാഷണലി വണ്ടി ഓടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. അത് നിയമത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അതിൽ ഒരു ഭേദഗതി വരുത്താൻ നമുക്ക് അധികാരമില്ല. ഈ വിഷയം കൂടുതൽ പറയാത്തത് ഈ വിഷയത്തെ സംബന്ധിച്ച് 2 കേസുകളുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അത് തീർപ്പാക്കാത്തതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് അഭിപ്രായം ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് ഈ ലോഡിനെ കുറിച്ചാണ്. വണ്ടിയുടെ ഓവർ ലോഡ് കയറുമ്പോഴുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം, ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഓവർ ലോഡ് വന്ന വണ്ടി പിടിച്ചെടുക്കണം. ഫൈൻ അടിക്കുന്നതോടൊപ്പം ഈ ഡ്രൈവറുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഓരോ ആഴ്ചയിലും എത്ര ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട കോടതി അറിയിക്കണം. അതിലൊരു അപാകത എന്ന് പറയുന്നത് ഈ ഡ്രൈവറെ സംബന്ധിച്ച് പിറ്റേ ദിവസം ജോലി പോകും, ഉടമ മറ്റൊരു ഡ്രൈവറെ കണ്ടെത്തും 3 മാസത്തേക്ക്. ഈ ഡ്രൈവറെ സംബന്ധിച്ച് വളരെ വളരെ വേദനാജനകമായ കാര്യമാണ്. ഡ്രൈവറുടെ കുറ്റം കൊണ്ടല്ല, ഉടമയുടെ താല്പര്യത്തിലാണ് ലോഡ് കൂടുതൽ കയറുന്നത്. ഇവിടെ പറഞ്ഞത് എല്ലാ ക്വാറികളിലും ബ്രിഡ്ജ് വെക്കണമെങ്കിൽ അത് നമ്മുടെ ഖനന വകുപ്പിൻ്റെ ചുമതല വരുന്നത്. അവരെ നിർബന്ധിച്ചാൽ മാത്രമേ അവർ വെക്കുകയുള്ളൂ. നമുക്ക് അവരെ നിർബന്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരത്തിൽ നടക്കാത്തതിൻ്റെ കാര്യമാണ്. ഖനന വകുപ്പ് നിർബന്ധിച്ചാൽ, നിയമം മൂലം നിർബന്ധിച്ചാൽ അവർ ചിലപ്പം വെക്കുമായിരിക്കും. പക്ഷേ ഈ ലോഡ് പോകുന്നതിലല്ല അപകടം. ലോഡ് പോകുമ്പോൾ നമ്മുടെ PWD റോഡുകളാണ് പൊളിഞ്ഞു പോകുന്നത്, ഗ്രാമീണ റോഡുകൾ പൊളിഞ്ഞു പോകാൻ ഈ ഓവർലോഡും. പക്ഷേ ഏറ്റവും വലിയ അപകടം ഓവർ സ്പീഡാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സ്പീഡ് ഗവർണർ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ്, ഒരു 3 ആഴ്ച മുമ്പ് ഒരു പരിശോധന നടത്തി. സംസ്ഥാനത്തൊട്ടും ഒരു പരിശോധന നടത്തിയതിൽ 87 ലക്ഷം രൂപയാണ് സ്പീഡ് ഗവർണർ ഊരിയിട്ട വിഷയത്തിൽ മാത്രം സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുള്ളത്. പിടിച്ചിടുന്ന വണ്ടി സ്പീഡ് ഗവർണർ പുനഃസ്ഥാപിച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വന്നേ വിടത്തുള്ളൂ. കാരണം അത് ഈ കുഞ്ഞുങ്ങൾ അന്നറിയാം. നമുക്ക് രാവിലെ ഒരു ടീച്ചറെ ഇടിച്ചു കൊന്നു, ഉച്ചയ്ക്ക് ഇവിടെ പിന്നെ ടൗണിൻ്റെ ഉള്ളിൽ, അങ്ങനെ ഓരോ മരണങ്ങളാണ്. ഒരു ദിവസം 3 മരണമെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് അത് കുറഞ്ഞിട്ടുണ്ട്. കാരണം സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഊരിയിട്ടുകൊണ്ട് ഒരു വണ്ടിയും ഒരു ടിപ്പറും ലോറിയും ഒന്നും ഓടിക്കാൻ അനുവദിക്കത്തില്ല. അത് വലിയ അപകടം ഉണ്ടാകും. ആ ഓവർ സ്പീഡ്, കാരണം ചെറിയ ചേസിസാണ്. വലിയ സ്പീഡിൽ പോയി ചവിട്ടിയാൽ മറിയും. ഒരാളെ ഇടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ചവിട്ടാക്കൂല, കയറിയ ട്രെയിൻ പോകുന്നവരാണ്, കയറി ഇറങ്ങിയേ പറ്റും. അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ 70 കിലോമീറ്റർ ലോക്ക് ചെയ്തിരിക്കുന്നത് എല്ലാവരും എല്ലാവരും അത് പാലിക്കണം. കാരണം അത് നിയമമാണ്, അത് ഹൈക്കോടതിയുടെ ഉത്തരവാണ്. സ്പീഡ് ലിമിറ്റ് തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ തന്നെ. കേരളത്തിലൊരു പ്രത്യേക ലിമിറ്റാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് കേരള സർക്കാർ തീരുമാനിച്ചതാണ്. അത് അനുസരിച്ചേ പറ്റുള്ളൂ. നമ്മുടെ റോഡുകളുടെ കണ്ടീഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ഓവർലോഡ് നടപടി കർശനമായി എടുക്കുമ്പോൾ
ഓവർ സ്പീഡ് ശ്രദ്ധിച്ചില്ല. ഓവർ സ്പീഡ് ശ്രദ്ധിച്ചപ്പോൾ ആക്സിഡൻറ്റ് കുറഞ്ഞു. തീർച്ചയായിട്ടും എടുക്കുന്ന നടപടികൾ ഒരു കേന്ദ്ര നയമല്ല, ഇവിടുത്തെ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നടപ്പിലാക്കൂ. അതിനകത്ത് ഒരാശങ്കയും ആർക്കും വേണ്ട. 23 വർഷമായി ഓട്ടോറിക്ഷയുടെ കാലാവധി ഇപ്പോൾ വർദ്ധിപ്പിച്ചു, ബസ്സുകളുടെ വർദ്ധിപ്പിച്ചു, ലോറിയുടെ കാര്യം വർദ്ധിപ്പിക്കുന്ന കാര്യം ആലോചിക്കാവുന്നതാണ്. അത് ആലോചിച്ചതിന് ശേഷം നമുക്കൊരു തീരുമാനം പറയാം. സർക്കാർ വാഹനങ്ങൾക്ക് പോലും 15 വർഷമേ ഉള്ളൂ. അനേകം സർക്കാർ വാഹനങ്ങൾ നമുക്ക് സ്ക്രാപ്പ് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ഞങ്ങൾ അദ്ദേഹം ഒരു നടപടിയെടുക്കും. അത് 15 വർഷത്തിൻ്റെ കാര്യവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് പൊതുവായ ഒരു തീരുമാനം, മന്ത്രിസഭയുടെ ഒരു തീരുമാനമായി ആലോചിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും പരിഗണിക്കുമെന്ന് അറിയിക്കുന്നു. അങ്ങയുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട അംഗങ്ങളൊന്നോടെ പോയിരിക്കണം. പ്ലീസ് ഒന്നവിടെ ഇരിക്കണം. പ്ലീസ് ഒന്നവിടെ ഇരിക്കണം. പ്ലീസ് ഒന്നവിടെ ഇരിക്കണം. ഒന്നവിടെ ഇരിക്കണം. പ്ലീസ് ഒന്നവിടെ ഇരിക്കണം. ഗതാഗത മേഖലയിലെ മുഴുവൻ മേഖലകൾക്കും ബാധകമായതും പൊതുഗതാഗത സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ സമഗ്രമായ ഒരു ഗതാഗത നയത്തിന് രൂപം നൽകാൻ അങ്ങ് നേതൃത്വം നൽകുമോ? സർക്കാർ അതിന് തയ്യാറാകുമോ? ഗതാഗത സംവിധാനം, ഒരു അച്ചടക്കമുള്ള ഗതാഗത സംവിധാനം ഒരുക്കുന്നതിനായി വളരെ സുതാര്യമായി മാറ്റാൻ കഴിയും. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ചർച്ച നടത്തുന്നതും അതിലൊരു നീക്കമൊക്കെ ഉണ്ടാക്കുന്നതുമായിരിക്കും എന്നറിയാം.